വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. എത്ര സംഭവങ്ങൾ പറയാൻ. ഈ സാമ്പത്തിക ബാധ്യത തീർക്കുക എന്ന് പറഞ്ഞാലേ അത് തീർക്കാത്ത മനുഷ്യർ ശപിക്കപ്പെട്ട മനുഷ്യരാണ്. അത് തീർക്കാത്ത മനുഷ്യർ ശപിക്കപ്പെട്ട മനുഷ്യരാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചിന്തിക്കുക. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. വിശുദ്ധ ഖുർആനിൽ ഒരു കഥയുണ്ട്, നല്ലൊരു ചരിത്രം. ആ ചരിത്രം കേൾക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖലമിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു നല്ല കഥയുണ്ട്. നല്ല ഗുണപാഠമുള്ള കഥയാണ്. എന്റെ ഒപ്പം പോരാണെങ്കിൽ ഈ കഥ കേട്ടത് മുതലായും തോന്നും. സൂറത്തുൽ ഖലമിന്റെ ഒരു പകുതി ഭാഗം പിന്നിടുമ്പോ ഒരു സംഭവം കാണാം. ഇന്നാ ബലൗനാഹു, അല്ലാഹു പറയണം, കമാ ബലൗനാ അസ്ഹാബൽ ജന്നൽ. ഞാൻ ആദ്യം ആ സംഭവം ഒന്ന് പറയാം, എന്നിട്ട് ആയത്തിന് അർത്ഥം വെച്ചെങ്കിലേ റെഡിയാവും. ഒരു വലിയ ആചാര്യ ഉണ്ടായിരുന്നു. ഞാൻ സങ്കല്പിക്കാണ്ട് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊരു ഉദാഹരണം കൊണ്ടുവരികയാണ്. ഒരു വലിയ ആചാര്യൻ, അയാൾക്ക് കുറെ മക്കളും. അയാൾക്ക് ഏക്കറുകളല്ല, ഹെക്ടർ കണക്കിന് വയലുകൾ, കൃഷികൾ. അതിൽ നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നു? വിളവെടുപ്പിന്റെ സമയമാകുമ്പോ ഇയാള് നാട്ടിലൊക്കെ പെരുമ്പറയടിച്ച് എല്ലാരും ചെണ്ട മുട്ടി അറിയിക്കും. ഇയാള് നാളെ ആചാര്യയുടെ കൊയ്ത്തുമതിയാണ്, വിളവെടുപ്പാണ്, എല്ലാരും വരണം. ആ ചെണ്ട മുട്ട കേട്ട എല്ലാവർക്കും പറയാം, നാളെ ആചാര്യ കൃഷിയുടെ വിളവെടുപ്പാണ്. അപ്പൊ എല്ലാ സാധുക്കളും പാടത്തേക്ക് വരും. ആചാര്യ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ എല്ലാരും വിളിക്കും. അവരൊക്കെ സഞ്ചിയായിട്ട് വന്നിട്ടുണ്ടാവും. അവർ കൊണ്ടുവന്ന പാത്രം നിറയെ അവർക്കൊക്കെ അരി, ഗോതമ്പ് ഒക്കെ കെട്ടിക്കൊടുക്കും. ഇത് നിങ്ങൾക്കുള്ളതാണ്. ആചാര്യയുടെ ഒരു സ്വഭാവമായിരുന്നു. മക്കൾക്ക് ഇത് തീരെ രസിച്ചില്ല. ഈ വിഷയം പറഞ്ഞിട്ട് പിന്നെ ആയത്തിനാണ് അർത്ഥം വെച്ചാൽ പോയാൽ മതി, പിന്നെ നിങ്ങൾക്ക് ശരിക്കും തിരികെ. അപ്പൊ മക്കൾക്ക് ഇത് തീരെ രസിക്കണില്ല. മക്കൾ വിചാരിച്ചത്, എന്തിനാ നമ്മളെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്, ഈ ആരാന് കൊടുക്കുന്നത്? അത് നമുക്ക് തന്നെ കൊണ്ടുപോയിക്കൂടെ, വിറ്റൂടെ? എന്തിനാണ് ഇവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് ഇവർ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഏതായാലും വാപ്പ ഒരു പോയത്തക്കാരനാണ്. ഇവര് പലപ്പോഴും അടക്കം പറയും, വാപ്പാന്റെ കാലം കഴിയോളം ഇങ്ങനെ പോട്ടെ, വാപ്പ മരിച്ചിട്ട് പിന്നെ ഞമ്മക്കുണ്ട് ഇവിടെ ഒരു ഭരണം. ഇവര് പറയണ അങ്ങനെ വാപ്പ മരിച്ചു. വാപ്പ മരിച്ച ഇവര് പറഞ്ഞു നമ്മളെ വിളവെടുപ്പിന്റെ കാലായി. കുറെ കാലം കഴിഞ്ഞതിന് ശേഷം വാപ്പ മരിച്ചു. അപ്പൊ ഇവര് വിളവെടുപ്പിന്റെ കാലായി. പിന്നെ ബാപ്പാക്കൊരു തോന്നിയാസം, ബാപ്പ ഈ കൗമിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വിളവെടുപ്പിന്റെ മുമ്പ് ഈ ചെണ്ട മുട്ടിയിട്ട് നാട്ടിലൊക്കെ അറിയിക്കും, നാളെ വിളവെടുപ്പാണ്, എല്ലാരും വരും, അവർക്കൊക്കെ വാരിക്കോരി. നമ്മൾ ഒരു കുട്ടിനോടും പറയരുത്, നമ്മൾ ഒറ്റക്ക് പോയി കൊയ്തെടുക്കുക, വിളവെടുക്കുക, അതും കൊണ്ട് നമ്മളെ പരീക്ക് പോകാൻ. ഒരാളെ അങ്ങോട്ട് വരാൻ അനുവദിക്കരുത്. ആരെങ്കിലും നമ്മള് ചെണ്ടമുട്ടി അറിയിക്കണ്ട, പക്ഷെ ആരെങ്കിലും മണത്തറിഞ്ഞാലോ, വലിയ കൊഴുത്തുമതിയൊക്കെ ആകുമ്പോ, വിളവെടുപ്പൊക്കെ ആകുമ്പോ മണത്തറിയല്ലോ നാട്ടുകാര്. വലിയ പരിപാടി ആകുമ്പോ ഏക്കർ കണക്കിന് സ്ഥലമുള്ളത് കൊയ്തെടുക്കുമ്പോ ആളുകൾ അറിയാതിരിക്കില്ല. അപ്പൊ ആരെങ്കിലും മണത്തറിഞ്ഞ് വരികയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും നമ്മൾ സജ്ജീകരിക്കണം. ഒറ്റ സാധുവിനെയും പാടത്തേക്ക് വരാൻ അനുവദിക്കരുത്, ആട്ടിവിടണം. ഒരു സാധുവിനെയും പാടത്തേക്ക് വരാൻ അനുവദിക്കരുത്, ആട്ടിവിടണം എന്ന് പറയുകയാണ്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇവരിതിന് കോപ്പ് കൂട്ടാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരുത്തൻ ആ സമയത്ത് പറഞ്ഞു, ശരി, നമുക്ക് അങ്ങനെയൊക്കെ തീരുമാനിക്കാം, പക്ഷെ നമ്മളെ വാപ്പ ചെയ്ത പണി അതല്ലല്ലോ, വാപ്പ നമുക്ക് കാണിച്ചു തന്ന മാർഗം അതല്ലല്ലോ. നമ്മള് എല്ലാ അർത്ഥത്തിലും വിവരക്കേടായിരിക്കട്ടോ ഈ ചെയ്യുന്നത്. വാപ്പ നമ്മളെ പഠിപ്പിച്ചൊരു ശൈലി അതല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒപ്പം നിൽക്കല്ലേ നല്ലത്. വാപ്പ ചെയ്ത അതേ സംസ്കാരത്തിൽ തന്നെ മുന്നോട്ട് പോകുകയല്ലേ നല്ലത് എന്ന് ചോദിച്ചു. കൂട്ടത്തിൽ ഒരുത്തൻ. ഈ സഹോദരനെ പറ്റി നമുക്ക് പറയാം, ഒരു ശരാശരി വെളിവുള്ളവൻ. ഒരു ശരാശരി വെളിവുള്ളവൻ എന്ന് അവനെ പറ്റി പറയാം. ഇവൻ പറഞ്ഞു, വാപ്പ പഠിപ്പിച്ച ആ പാതയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകലല്ലേ നല്ലത്. സുബ്ഹാനമൻ ജല്ല ജലാലു. അതും കഴിഞ്ഞു. ഇവര് പറഞ്ഞു, എന്നാ പിന്നെ നീ നിന്റെ ഭാഗം അങ്ങ് കൊടുത്തോ, ഞങ്ങളാരും കൊടുക്കൂല. അങ്ങനെ കൊടുക്കാൻ വലിയ പൂതി ഉണ്ടെങ്കിൽ, വാപ്പാന്റെ ആ ഒരു സംസ്കാരം നിലനിർത്താൻ പൂതി ഉണ്ടെങ്കിൽ നീ നിന്റെ ഭാഗം കൊടുത്തോ, ഞങ്ങളെ ഊഴത്തിൽ നിന്ന് കൊടുക്കില്ല. അപ്പൊ പിന്നെ ഇയാൾക്ക് വന്ന് ഞാനായിട്ട് എന്തിനാ കൊടുക്കണം? അപ്പൊ ഇയാളും പിറകോട്ടടിച്ചു. ഈ ജ്യേഷ്ഠാനുജന്മാരുടെ കൂടെ ഇയാളും ചേർന്നു.
പിറ്റേന്ന് നോക്കുങ്ങള് പിറ്റേന്ന് സംഭവിക്കുന്നത് എന്താ? ഇവര് പറഞ്ഞുറപ്പിച്ചു നാളെ കൊയ്തെടുക്കണം, വിളവെടുപ്പ് നടത്തണം, ആരും വരരുത് എന്നല്ല. ആ പാടത്ത് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ മുറിഞ്ഞു വീഴുന്ന മുറിക്കതിരുകൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഏതെങ്കിലും മുതലാളിമാരൊക്കെ ഇങ്ങനെ പാടം കൊയ്തു പോയാല് പിന്നെ അതിര് മുറിഞ്ഞു വീണ മുറിക്കതിരുകൾ, നല്ല മലയാളത്തിൽ മുറിക്കതിരുകൾ എന്ന് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ പുറത്താൾ ഉറുക്കാൻ പോകാന്നാണ് അന്നതിന് പറയല്. ഇവിടെ എന്താ പറയല് നിനക്കറിയില്ല. ഈ മുറിഞ്ഞു വീഴുന്ന കഷ്ണം, കത്തിയിൽ കുടുങ്ങാതെ മുറിഞ്ഞു വീഴുന്ന കഷ്ണം. അപ്പൊ അത് പൊറുക്കാൻ സാധുക്കൾ പോവാ, സാധുക്കളുള്ളത് അത് മുതലാളിമാർ എടുക്കലില്ല. ഇത് ഈ വാപ്പ ഇങ്ങനെയായിരുന്നു. വാപ്പാന്റെ വക കൊടുത്തതിന്റെ ശേഷം പറയും ഇനി ഇതിലുള്ള മുറിക്കതിരുകളൊക്കെ നിങ്ങൾ പെറുക്കിക്കോളി എന്ന് പറയും. വാപ്പ ഔദ്യോഗിക കച്ചയെ കൊണ്ടുപോവുള്ളൂ. ഇവര് പറയാണ് നമ്മൾ ഇത്തവണ മുറിക്കതിര് പോലും കൊടുക്കരുത്, മുറിക്കതിര് പോലും സാധുക്കൾക്ക് കൊടുക്കരുത്. അങ്ങനെ ആയിരിക്കണം ഇക്കൊല്ലത്തെ വിളവെടുപ്പ്. ഇവര് എന്തുമാത്രം സങ്കുചിത മനോഭാവക്കാരാവുകയാണ് ഒന്ന് ആലോചിച്ചു. ആ സംഭവമാണ് ഇനി പറയും, നമുക്ക് കേൾക്കാം. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന. ആ തോട്ടക്കാരെ നമ്മൾ പരീക്ഷിച്ചതുപോലെ നബിയെ തങ്ങളോട് ധിക്കാരവും അഹങ്കാരവും 10 റുപ്യയുടെ നെഞ്ചൂക്കും കാണിക്കുന്നവരെ നമ്മൾ പരീക്ഷിക്കും. ഖുർആൻ പറഞ്ഞു. ഏതാണ് ആ തോട്ടക്കാരൻ? ഈ മുതലാളിന്റെ മക്കളെ പറ്റിയായി പറയുന്നത്. ഇത് അഖ്സമൂ, അവർ ശപഥം ചെയ്തു പറഞ്ഞു, ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ, അതിരാവിലെ നമ്മുടെ തോട്ടം മുഴുവനും നമ്മൾ കൊയ്തെടുക്കും, അവർ കൊയ്തെടുക്കും, മുറിച്ചെടുക്കും. വലാ യസ്തസ്നൂൻ, മുറിക്കതിര് പോലും ഒഴിവാക്കി കൊടുക്കൂല. ഒന്നും ഒഴിവാക്കി കൊടുക്കൂല. മുറിക്കതിര് പോലും അവർക്ക് കൊടുക്കരുത്, അവർക്ക് കൊടുക്കാൻ പാടില്ല. ഒക്കെ നമ്മൾ തന്നെ പെടുത്തുക, നമ്മളതല്ലേ അത് എന്ന് ഇവർ പറഞ്ഞു. ഇവര് കിടന്നുറങ്ങി. രാവിലെ പോകണത്ര നമുക്ക് വെയില് ചൂടാകുന്നതിന് മുമ്പ് കൊയ്ത് സാധനം അകത്താക്കി പോരണം എന്നാണ്. അപ്പം രാത്രി ഇവര് കൂർക്കം വലിച്ചുറങ്ങാൻ പ്ലാനൊക്കെ ചെയ്ത് കണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു അദാബ് അവരുടെ പാടത്തേക്ക് അങ്ങ് ഇറങ്ങി വന്നു. ആ പാടം മുഴുവനും കത്തിച്ചാമ്പലായി. അവർ കൂർക്കം വലിച്ചുറങ്ങാൻ അവർക്കിതൊന്നും അറിയില്ല. അതോടുകൂടെ ഈ വയലുകളൊക്കെ കൊയ്തെടുത്തതുപോലെയായി, മുറിച്ചെടുത്തതുപോലെയായി, ഒക്കെ കത്തി നശിച്ചു പോയി, ഒന്നും ബാക്കിയില്ല. അതിരാവിലെ ഇവർ പരസ്പരം വിളിച്ചുണർത്തി. നേരം വെളുക്കുമ്പോ അവര് വിളിച്ചുണർത്താൻ, എഴുന്നേൽക്കുന്നില്ലേ? നമ്മൾ പറഞ്ഞതല്ലേ സുബൈക്ക് പോണം, നേരം വെളുക്കുന്നതിന് മുമ്പ് പോണം, എഴുന്നേൽക്ക്, വേഗം പോകുക എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വയലുകളിലേക്ക് പുറപ്പെടൂ, കൃഷിയിടങ്ങളിലേക്ക് പോകൂ, രാവിലെ തന്നെ എത്തണം. ഇൻകുന്തും സാരിമീൻ, നിങ്ങൾ കൊയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫന്തലഖൂ, അങ്ങനെ അവർ അവരുടെ വയലുകളിലേക്ക് പോകുന്നു, പുറപ്പെട്ടു. പോകുമ്പോൾ അവർ അടക്കം പറയുന്നുണ്ട്, അവർ സ്വകാര്യം പറയുന്നുണ്ട്, ഇന്ന് നിങ്ങളുടെ പാടത്തേക്ക് ഒരു സാധുവിനെയും കടന്നു വരാൻ അനുവദിക്കരുത്. അങ്ങനെ അവർ പ്രതിരോധത്തിന്റെ കോപ്പ് കൂട്ടി പുറപ്പെട്ടു. പ്രതിരോധത്തിന്റെ കോപ്പ് കൂട്ടി ഇവർ പുറപ്പെട്ടു. ആരെങ്കിലും സാധുക്കൾ ആരും വരരുത്, വരികയാണെങ്കിൽ ആട്ടി ഓടിക്കണം. കത്തിമടിയൊക്കെ എടുത്ത് ഒളിയാർ, കത്തിമടിയൊക്കെ ആയിട്ട് ഇവർ പോയി. ഇതാകെ കത്തി ചാമ്പലായി കിടക്ക. ഈ വിവരം വരെ അറിയില്ല. ഇവരാണ് ചേർന്നപ്പോ ഈ രംഗം കാണുക. അങ്ങനെ അവരുടെ വയലുകൾ അവർ കണ്ടപ്പോൾ കാലു, അവർ പറഞ്ഞു, നമ്മൾക്ക് വഴി പിഴച്ചോ. എന്താ കാരണം? ഇവര് സാധനം കൊയ്യാൻ വേണ്ടി പോയതല്ലേ, വിളവെടുപ്പിന് പോയതല്ലേ. അപ്പൊ എല്ലാ കൃഷിയും നിറഞ്ഞു നിൽക്കുന്ന പാടാണ് ഇവര് തലേന്ന് കണ്ടത്. ഇന്ന് ചെന്ന് നോക്കുമ്പോൾ എല്ലാം കത്തി ചാരായിട്ട് കിടക്കുകയാണ്, ഒന്നുമില്ല പാടത്ത്. അപ്പൊ അവർക്ക് തോന്നി നമ്മളെ പാടത്ത് തന്നെയല്ലേ എത്തിയത്. അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് പാടത്ത് വയലിലെത്താനുള്ള ധൃതി കാണിച്ചപ്പോൾ വഴിയെങ്ങാനും പിഴച്ചോ. അവര് പറഞ്ഞു, നമ്മൾ പോന്നപ്പം വഴി പിഴച്ചു എന്നാ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്ക് അവരൊന്നും കൂടെ ആലോചിച്ചു. ഒപ്പുള്ളവരൊക്കെ ഒന്ന് നോക്കി, അല്ല സാധാരണ വരുന്ന വഴിക്ക് തന്നെ, ഇത് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ പാടത്തേക്ക് വന്നെത്തുന്ന വഴി തന്നെയാണ്. അല്ല അല്ല, വഴിയൊന്നും പിഴച്ചിട്ടില്ല, വഴിയൊന്നും പിഴച്ചിട്ടില്ല. പിന്നെയോ ബൽ നഹ്നു മഹ്റൂമൂൻ, നമ്മൾ എല്ലാ സൗഭാഗ്യങ്ങളും തടയപ്പെട്ടവരാണ്.
നമ്മക്കൊരു സൗഭാഗ്യവും കിട്ടാതെയായിപ്പോയി. നമ്മളെ സൗഭാഗ്യം പടച്ചോൻ തടഞ്ഞതാണ്. നമ്മുടെ ഉള്ളിരിപ്പ് മോശമായതുകൊണ്ട് പടച്ചോൻ അങ്ങനെ നമ്മൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തടഞ്ഞതാണ്. ഇത് അള്ളാന്റെ പരീക്ഷണമാണ്. അപ്പോൾ അവരിൽ ശരാശരി അന്തമുള്ള ഒരാൾ അവരുടെ കൂട്ടത്തിലുണ്ട്. കാല ഔസത്തുഹും എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അവരുടെ ഇടയിലുള്ള മിതവാദി. ഒരു മീഡിയം ലെവലിലുള്ള ഒരാളുണ്ട്, അവൻ പറഞ്ഞു. ഒരു മിതമായ ലെവലിലുള്ളവൻ, അവരുടെ നടുവിലുള്ളവൻ പറഞ്ഞു എന്നാ നേരെ അർത്ഥം. അത് പ്രായം കൊണ്ട് നടുവിലുള്ള സഹോദരനായിരിക്കാം. മഹാഭൂരിപക്ഷം മുഫസ്സിറുകളും പറഞ്ഞത് അന്തം കൊണ്ട് നടുവിലുള്ളവനും ആകാം. അപ്പൊ വക്കാല ഔസത്തുഹും എന്ന് പറഞ്ഞാൽ ശരാശരി ബോധമുള്ളവൻ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒരു മീഡിയം ബോധമുള്ള ആള്, അയാൾ ഉടനെ തന്നെ ചോദിച്ചു, നേരത്തെ പറഞ്ഞു ഇവർ ഈ തീരുമാനം എടുക്കുമ്പോ കൂട്ടത്തിൽ അന്തമുള്ള ഒരുത്തൻ ചോദിച്ചിട്ടുണ്ട്, വാപ്പ നമുക്ക് കാണിച്ചു തന്ന വഴി അങ്ങനെ പോയാ പോരെ, നമ്മളായിട്ട് പുതിയൊരു പ്രവണത ആരംഭിക്കണോ എന്ന് ഇയാൾ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം ചോദിക്കാണ്, ലൗലാ തുസബ്ബിഹൂൻ അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രകീർത്തനം സമ്മതിച്ചില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തിയില്ല, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലേനു വേണ്ടിയിരുന്നത്. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് പരിശുദ്ധൻ. നമ്മൾ വാപ്പ കാണിച്ചു തന്ന ഈ ശൈലിയിൽ നിന്ന് തെറ്റുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു. എന്തുകൊണ്ട് ആരും പടച്ചവനെ കുറിച്ച് ഓർത്തില്ല? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, അപ്പൊ നീ കൊടുക്കുകയാണെങ്കിൽ നിന്റെ ഊഴത്ത് നിങ്ങൾ കൊടുത്തോന്നാ പറഞ്ഞത്, ഞങ്ങളെ കിട്ടൂല അല്ലെ നിങ്ങൾ പറഞ്ഞിരുന്നില്ല. ഇപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, സുബ്ഹാന റബ്ബിന ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങളുടെ രക്ഷിതാവ് പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങളെല്ലാവരും അതിക്രമം കാണിച്ചവരായി പോയി, ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി, സാധുക്കൾക്ക് അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ലായിരുന്നു. അതോടുകൂടെ അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. പരസ്പരം കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. അങ്ങനെയായപ്പോ എല്ലാരും പറഞ്ഞു, അതെന്നല്ലേ എനിക്ക് അപ്പൊ തന്നെ തോന്നീന് ഇത് വേണ്ടാത്ത പണിയാണ്. മറ്റവനും പറഞ്ഞു എനിക്കും തോന്നീന്. അങ്ങനെ എല്ലാരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, ഇതൊക്കെ നിന്റെ പണിയാണ്. ഒരാൾ വേറൊരാളെ തോളിൽ ഇങ്ങനെ ചളി വാരി എറിയാൻ തുടങ്ങി. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ, ഉടനെ തന്നെ അവർ ഒരുമിച്ച് പിന്നെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. പരസ്പരം നിന്റെ പണിയാ, അല്ല നിന്റെ പണിയാ, അല്ലടാ നിന്റെ പണിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുമ്പോ പറഞ്ഞു, അല്ല നമ്മളെല്ലാവരും കൂടെ വഴിപിഴച്ചു, നമ്മളെല്ലാവരും കൂടെ അതിക്രമം കാട്ടി ധിക്കാരികളായി, ഇനി നമ്മുടെ നാശമേ എന്ന് ഒരുമിച്ച് വിലപിക്കാനല്ലാതെ നിർവാഹമില്ല. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ, ഇനി റബ്ബ് ഇതിലേറെ നല്ല തോട്ടം നമുക്ക് തന്നോളും, അടുത്ത കൊല്ലം കൂടുതൽ ഉണ്ടായിക്കൊള്ളും. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, നമുക്ക് നമ്മുടെ രക്ഷിതാവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കാം. നാം കാട്ടിക്കൂട്ടിയതിന് അല്ലാഹു നമുക്ക് തന്നതാണിത്, പൊരുത്തപ്പെട്ടു വാങ്ങുക, അടുത്ത കൊല്ലം നമുക്ക് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാം. കദാലിക്കൽ അദാബ്, ഇങ്ങനെയാണ് പടച്ചോന്റെ ശിക്ഷ വരിക, പടച്ചോന്റെ പണിഷ്മെന്റിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ദുനിയാവിൽ ഇങ്ങനെ കിട്ടിയെങ്കിൽ വലഅദാബുൽ ആഖിറതി അക്ബർ, ഇനി പരലോകത്ത് വരാനുള്ള ശിക്ഷ ഇതിലേറെ വലുതാണ്. ലൗ കാനൂ യഅലമൂൻ, ഇവർ കാര്യത്തിന്റെ നിജസ്ഥിതി അറിയുന്നവരാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു സംഭവം സൂറത്തുൽ ഖലമിൽ അല്ലാഹു പറഞ്ഞത് എന്തിനാ? നമ്മളെയൊക്കെ വാപ്പാര് കാണിച്ചു തന്ന പാരമ്പര്യം അതിനർത്ഥം. ഇനി വാപ്പ പിശുക്കനാണെങ്കിലോ മക്കൾ ആ പിശുക്കത്തരം കൊണ്ടുപോകല്ല വേണ്ട, മക്കൾ തിരുത്തണം. വാപ്പ ഉദാരനായിരുന്നുവെങ്കിൽ വാപ്പാന്റെ ആ ഉദാരത മക്കൾ നിലനിർത്തണം, അതിലേറെ ഉഷാറാവുക വേണ്ട. കേരളത്തിലെ ജില്ലകളിൽ, പല ജില്ലകളിൽ ഒരുപാട് ആജിമാരുണ്ട് അല്ലെ, ദീനിന് വല്ലാതെ ഉപകാരപ്പെട്ട പൈസയുള്ള ആജിമാർ. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അവരുടെ മക്കൾ അതിലേറെ നല്ല മക്കൾ. എത്ര ആളുകളുണ്ട്, ഏതെല്ലാം ഏരിയയിൽ. അങ്ങനെ വേണ്ടത്. നേരെ മറിച്ച് ചില വീടുകൾ ആചാരങ്ങൾ മരിക്കുന്നതുകൊണ്ട് ആ വീടിന്റെ വാതിലാണ്ട് അടിയാണ്. പിന്നെ അവിടെ തങ്ങന്മാരില്ല, മൂലന്മാരില്ല, സ്ഥാപനമില്ല, ദീനില്ല, ഒന്നുമില്ല, വാതിലങ്ങ് അടഞ്ഞു. വാപ്പാനെ പോയത്തക്കാരായി കണ്ടു മക്കൾ. ആ മക്കൾ പേടിക്കണം. ഇതുപോലത്തതാ പടച്ചോണ്ടിരുന്ന ചിട്ടുക. ഈ മുതലാളിയുടെ മക്കൾക്ക് കിട്ടിയതുപോലത്തതാ കിട്ടുക. അതെപ്പോഴാന്ന് പറയാൻ പറ്റൂല. ചിലപ്പോ ഒരുപാട് തന്നതിന്റെ ശേഷമായിരിക്കും. ഒന്നായിട്ട് ഒരുമിച്ചങ്ങ് പിടിക്കരുത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാമ്പത്തിക ബാധ്യതകൾ മുഴുവനും തീർക്കണം. അത് നിർബന്ധമാവട്ടെ ഐച്ഛികമാവട്ടെ എല്ലാം തീർത്തിരിക്കണം.